തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ 24 പറഞ്ഞു. ABC പദ്ധതി നിലനിർത്തി തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ പുതിയ പദ്ധതി കൊണ്ടുവരും. തെരുവുനായ്ക്കളെ ആവശ്യക്കാർക്ക് ദത്തെടുക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നും കൊച്ചി മേയർ പറയുന്നു. കൊച്ചിയിൽ നിന്ന് റാഫി കരീമിന്റെ റിപ്പോർട്ട്. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ ചില ഇടപെടലുകൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം തെരുവുനായ ശല്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികൾ കൊച്ചി കോർപ്പറേഷൻ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാർ തന്നെ വ്യക്തമാക്കുന്നത്. ഈ ഒരു സുപ്രീംകോടതിയുടെ ഒരു ഇടപെടൽ വളരെ നിർണായകമായ രീതിയിലാണ്. കാരണം തെരുവുനായ ശല്യം ഒഴിവാക്കണം എന്ന് തന്നെ പറയുന്നു. പലയിടങ്ങളിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, അങ്ങനെ ആളുകൾ കൂടുന്നിടങ്ങളിൽ നിന്ന് അവരെ മാറ്റി സ്ഥാപിക്കണം. പല നിർദ്ദേശങ്ങളുണ്ട് അതിൽ. ഞങ്ങളിപ്പോൾ കൂടുതൽ ഇതേപോലത്തെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് പട്ടിയെ പിടിക്കുക, എന്നിട്ട് അത് ഷെൽട്ടർ എന്ന് പറയുന്നത് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ കേജസ് നിർമ്മിച്ചിട്ട് നമുക്ക് ഫിറോഷ്യസ് ആയിട്ടുള്ള അതുപോലെ പൊതുസ്ഥലങ്ങളിൽ ഉള്ള നായ്ക്കളെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളത് ഒരു സമയം ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. പക്ഷെ ഞങ്ങൾ അതിന്റെ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നിലപാടുകളുമായി ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകും. ഈ മറ്റു ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന തെരുവുനായ ശല്യം കൊച്ചി കോർപ്പറേഷനിൽ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഉണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അതെന്താ പ്രശ്നം വെച്ചാൽ മറ്റു സ്ഥലങ്ങളേക്കാൾ നമുക്ക് ABC ഉള്ളത് കൊണ്ടൊരു പക്ഷേ ABC കൂടാതെ തന്നെ വേറൊരു പ്രശ്നം വരുന്നത് ഈ ഫീഡിങ് ചെയ്യണ്ടല്ലോ. ഇപ്പൊ ചില സമയത്ത് പട്ടി മറ്റേ വന്ധ്യംകീരിച്ച പട്ടി തന്നെ ചില സമയത്ത് നായയാണല്ലോ, അതിന് ചിലപ്പോൾ കുറെ അധികം ആളുകൾ ഒരുമിച്ച് വരുന്നു. ചിലപ്പോൾ കുറെ കാലം ആളുകൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറായിട്ട് ഒരാൾ പോയി കഴിയുമ്പോൾ അതിന് ഭക്ഷണം കിട്ടുമെന്ന് തോന്നുക, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും കൂടി ഉപദ്രവിക്കുക, ഇങ്ങനത്തെയൊക്കെ ഇൻസ്റ്റൻസസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പരമാവധി ക്യാച്ച് ചെയ്ത് ഇത്തരം സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നത്. ABC പദ്ധതി തുടരും. പക്ഷെ അത് കൂടാതെ ഈ പറയുന്ന പട്ടികളെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ കൂടി ചെറിയ കേജസ് ഒക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർക്ക് വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്ന അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.